വയനാട്ടിൽ UDF സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധിയും പാലക്കാട് UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലും ചേലക്കരയിൽ LDF സ്ഥാനാർത്ഥി UR പ്രദീപിനും മിന്നും വിജയം. വയനാട്ടിൽ വ്യക്തമായ ആധിപത്യം കാഴ്ചവെച്ചായിരുന്നു തുടക്കം മുതൽ പ്രിയങ്കയുടെ തേരോട്ടം. പാലക്കാട് ത്രില്ലടിപ്പിച്ച് ലീഡ് നില മാറിമറിഞ്ഞെങ്കിലും ഒടുവിൽ വമ്പൻ വിജയത്തിലേക്ക് രാഹുൽ എത്തി. ഷാഫിയുടെ ഭൂരിപക്ഷം മറികടന്നാണ് രാഹുലിന്റെ ആധികാരിക വിജയം. ചേലക്കരയിൽ LDF സ്ഥാനാർത്ഥി UR പ്രദീപ് ഇടതുകോട്ട കാത്തു. ഭരണവിരുദ്ധ വികാരം, വിവാദങ്ങളും ആരോപണങ്ങളും എല്ലാം എതിരെ. എന്നിട്ടും ചെങ്കോട്ടയിൽ ചേലക്കര നിലനിർത്താൻ കഴിഞ്ഞത് CPM-നും മുഖ്യമന്ത്രി പിണറായി വിജയനും ഏറെ ആശ്വാസം നൽകുന്നതാണ്. കെ രാധാകൃഷ്ണൻ എന്ന ജനകീയ നേതാവിനെ പാർലമെന്റിലേക്ക് അയച്ചപ്പോൾ മുതൽ ചേലക്കര നിലനിർത്തുക എന്നത് CPM-ന്റെ മുന്നിലെ വലിയ വെല്ലുവിളിയായിരുന്നു. രാധാകൃഷ്ണനോളം തന്നെ ജനകീയനായ UR പ്രദീപിനെ കളത്തിലിറക്കി CPM നടത്തിയ ചിട്ടയായ പ്രവർത്തനങ്ങളുടെ ഫലമാണ് ചേലക്കരയിലെ വിജയം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ BJP-ക്കേറ്റത് കനത്ത തിരിച്ചടിയാണ്. പാർട്ടിയുടെ A ക്ലാസ് മണ്ഡലത്തിലാണ് BJP-ക്ക് കാലിടറിയത്. UDF-ഉം LDF-ഉം വോട്ട് ഉയർത്തിയപ്പോൾ പാലക്കാട് BJP-ക്ക് വോട്ട് കുത്തനെ കുറഞ്ഞു. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് UDF 4000-ൽ കൂടുതൽ വോട്ടുകൾ നേടിയപ്പോൾ LDF 1000 വോട്ടുകൾ വർദ്ധിപ്പിച്ചു. എന്നാൽ BJP-ക്ക് 10,000 വോട്ടുകളാണ് കുറഞ്ഞത്. ഏറ്റവും വലിയ ശക്തി കേന്ദ്രത്തിൽ നടന്ന തിരഞ്ഞെടുപ്പിലാണ് പാർട്ടി ഏറ്റവും ദുർബലമായത്. UDF സ്ഥാനാർത്ഥിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ 18,000-ഓളം വോട്ടുകൾക്കാണ് ഇക്കുറി പാലക്കാട് ജയിച്ചത്. നഗരമേഖലകളിലടക്കം BJP-യുടെ ശക്തി കേന്ദ്രങ്ങളിൽ വ്യക്തമായ ആധിപത്യം നേടിയാണ് രാഹുൽ മുന്നേറിയത്. വയനാട്ടിൽ കന്നി അംഗത്തിൽ പ്രിയങ്ക ഗാന്ധിക്ക് 4 ലക്ഷത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് വിജയം. കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി നേടിയ ഭൂരിപക്ഷം ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക മറികടന്നിരിക്കുകയാണ്. വോട്ടെണ്ണലിന്റെ തുടക്കം മുതൽ തന്നെ ലീഡ് നിലനിർത്തിയ പ്രിയങ്ക 10 മണിയോടെ തന്നെ ലീഡ് 1 ലക്ഷം കടത്തി. ഇത്തവണ വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് ഭൂരിപക്ഷവും കുറയാൻ കാരണമാകുമെന്നായിരുന്നു UDF വിലയിരുത്തൽ. 3.5 ലക്ഷത്തിലധികം വോട്ട് കൂടുതൽ കിട്ടുമെന്ന പ്രതീക്ഷയും അതിനിടയിൽ പങ്കുവച്ചിരുന്നു. കഴിഞ്ഞ തവണത്തെ വോട്ടിംഗ് ശതമാനത്തിൽ 8.76% കുറവുണ്ടായത് പ്രിയങ്കയുടെ ഭൂരിപക്ഷത്തെ ബാധിച്ചിട്ടില്ല എന്നാണ് വ്യക്തമാകുന്നത്. ഇന്നറിയാൻ ന്യൂസ് കേരള, കണ്ണൂർ. കണ്ണൂരിൽ 45 വർഷത്തെ സേവന പാരമ്പര്യം കുഞ്ഞപ്പ ട്രേഡേഴ്സിന് സ്വന്തം. കണ്ണൂർ സ്റ്റേഡിയം കോംപ്ലക്സിൽ പെയിന്റ് വിപണന രംഗത്തെ വിശ്വസ്ത സ്ഥാപനം. ഏഷ്യൻ പെയിന്റ്സ്, ബർജർ, MRF, ഇൻഡിഗോ, ഷാലിമാർ, സ്നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ. മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പ ട്രേഡേഴ്സിനെ വ്യത്യസ്തമാക്കുന്നു. കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പ ട്രേഡേഴ്സ് മുന്നേറുന്നു. കുഞ്ഞപ്പ ട്രേഡേഴ്സ്, സ്റ്റേഡിയം കോംപ്ലക്സ്, കണ്ണൂർ. ഫോൺ 9383 462 422.